ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഒരു കഷ്ണം ചേന ഫിറോസിൻ്റെ കയ്യിലുണ്ട്. എന്നാ ഫിറോസ ഇതുകൊണ്ട് ചെയ്യേണ്ടത്? അത് നമുക്ക് സാധാരണ ചേന വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് ചേന കൊണ്ട് തീയലുണ്ടാക്കാം അല്ലേ? ചേന കൊണ്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം, ചേന ഉപ്പേരി, അങ്ങനെ പല രീതിയിലും ഐറ്റങ്ങളുണ്ട് അല്ലേ? അതെ. അപ്പം നമുക്ക് ചേന ഉപ്പേരി എന്ന് പറയാം, അല്ലെങ്കിൽ ചേന മെഴുക്ക് വരട്ടി എന്ന് പറയാം. അതെന്തായാലും ഒന്നുണ്ടാക്കാം. കാര്യം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയേ. അത് കുഴപ്പമില്ല. സാധാരണ ഇപ്പോൾ ആട്ടോർക്കൊക്കെ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. പിന്നെ വേറെ ആരുണ്ട്, ചേന എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും ഇഷ്ടംപോലെ കിട്ടുന്ന അല്ലേ? ഇപ്പം നല്ലൊരു കഷ്ണം ചേന കിട്ടിയപ്പോഴത്തേക്കും അതുകൊണ്ട് ഒരു ചേന മെഴുക്ക് വരട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ ഉപ്പേരി എന്ന് പറയാം. ഇന്ന് ഇതും വെച്ച് തകർത്തേക്കാം. തകർത്തേക്കും. പിന്നെ ഇപ്പോൾ കർക്കിടക മാസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇല കൊണ്ടൊക്കെ തോരൻ വെക്കാം. ആണല്ലേ? ഇല കൊണ്ട് വെക്കും അല്ലേ? കർക്കിടക മാസത്തിൽ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം നമുക്ക് സമയം കളയാതെ അതെങ്ങനെ ചെയ്തെന്ന് നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഉപ്പേരി ഇത് ഒരു കഷ്ണം ചേന ഏകദേശം ഒരു 500-600 ഗ്രാം ഉണ്ട്. ഇത് നമുക്കൊന്ന് ചെത്തിയെടുക്കും. ഏതായാലും നല്ല വേഗുന്ന ചേനയാണ്, കണ്ടാലറിയാം. ചില ചേനയുണ്ട് വേഗത്തിൽ ചുമന്നിരിക്കും, പക്ഷേ ഇത് അങ്ങനെ അത്ര പ്രശ്നമൊന്നുമില്ല. നല്ല ചേനയാണ്. അപ്പോൾ ഇത് പുലിയൊക്കെ ചെത്തിയിട്ടു. നല്ല മണ്ണായിരുന്നു. ഏതായാലും നമ്മൾ ആ മണ്ണൊക്കെ ഒന്ന് കഴുകിയെടുത്തേ. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇനി ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ അവിയലിൽ അരിയുന്ന ആ രീതിക്കല്ല കേട്ടോ, അല്പം കനത്തി വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇതേപോലെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിക്ക് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടത് കഴുകി വൃത്തിയാക്കട്ടെ. ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇത് നല്ലപോലെ ഒന്ന് കഴുകണം. കാര്യം മണ്ണൊക്കെ ഉള്ളതല്ലേ, വൃത്തിയാക്കേണ്ട ഇപ്പോൾ വരും. അപ്പോൾ അതാണ്ടേ ചേനയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, മണ്ണെല്ലാം പോയിട്ടുണ്ട്. ഇനി അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം അങ്ങോട്ട് അടുപ്പത്തോട്ട് വെക്കുക. ഈ വെള്ളം തിളക്കട്ടെ. വലിയ അടുപ്പായിട്ട് പെട്ടെന്ന് തന്നെ തിളക്കും. വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുക്കുക. ഈ അരച്ച് വെച്ചിരിക്കുന്ന ചേന അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെയാണ് നമുക്ക് ആദ്യം റെഡിയാക്കി എടുക്കേണ്ടത്. ഒന്ന് ഇളക്കി കൊടുക്കുക. കാര്യം ഇത് ഒരുപാട് അങ്ങ് ബന്ധം പോലെ ഒരു പകുതി വേവ് മാത്രം വെന്താൽ മതി. ചില ചേനയൊക്കെ ഇങ്ങനെ അരിയുമ്പോഴത്തേക്ക് ചിലർക്ക് ചിലപ്പോൾ ഇത് ചൊറിച്ചിലുണ്ടാകാൻ സാധ്യത. പക്ഷേ ഇതെന്തായാലും ശരി, ചൊറിച്ചിലൊന്നുമില്ല. ഇത് നല്ല ചേനയായിരുന്നു. ഈ പകുതി വേവെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് സ്വാഭാവികമായിട്ടൊരു സംശയം വരും അല്ലേ? അതെങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഏകദേശം ഈ തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് ഒരു 3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇതുണ്ട് ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതുണ്ട് ഈ ഒരു തിള വരുമ്പോഴത്തേക്ക് കോരി ഇങ്ങോട്ട് എടുക്കും. പിന്നെ ചില ചേനയൊക്കെ ചിലപ്പോൾ വേവ് കൂടുതലായിരിക്കും. ഇത് കറക്റ്റ് ഞാൻ ഒരു 3 മിനിറ്റിൻ്റെ കാര്യമേ പറഞ്ഞുള്ളൂ. ഇത് 3 മിനിറ്റ് കൊണ്ട് വേകുന്നതാണ്. അതായത് പകുതി വേവ്. അപ്പോൾ ആ ചേനയെല്ലാം പകുതി വേവ് കോരിയതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടിയോ കടായിയോ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇനിയും വേണ്ട, അത് ചൂടായതിന് ശേഷം നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു മെഴുക്ക് വരട്ടിയോ ഒരല്പം എണ്ണ വേണം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വേണം. അപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ അളവ് പെരുംജീരകമാണ് അങ്ങോട്ടിട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം തേങ്ങാക്കൊത്ത് അത് ഇട്ട് കൊടുക്കും. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കും.
ഈ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരട്ടെ. അല്ല, ഇതേപോലെ ചുമന്ന് വരുമ്പോഴത്തേക്ക് ഒരു 10-12 കൊച്ചുള്ളി ഒന്ന് ചവച്ചെടുക്കുക. ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഇതേപോലെ ഒരു പിടി വെളുത്തുള്ളി അതൊന്ന് ചവച്ചെടുത്താണ് അതും ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരു 2 പച്ചമുളക് അത് വേണം. ഇനി ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇച്ചിരി കരിയാപ്പലം ഇട്ട് കൊടുക്കുക. ഇപ്പോഴത്തെ ഉള്ളിയൊക്കെ ഇതേപോലെ ചെറുതായിട്ട് ചുമന്ന് വരുന്നുണ്ട്. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് ഇനി നമുക്കൊരൽപ്പം പൊടികളൊക്കെ ചേർക്കണം. ഞാൻ ഒരു 2 ടീസ്പൂൺ എരിവില്ലാത്ത മുളകാണ് ഇത് ചതച്ചെടുത്താണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പകുതി വേവായ നമ്മുടെ ഈ ചേന അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തോണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് അത് ഇട്ട് കൊടുക്കുക. കാര്യം ഒരല്പം കളറിനൊക്കെ വേണ്ടിയാണ് ഇതിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഞാനൊരു ലേശം കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിയിടുകയാണ്. അപ്പം നിങ്ങളുടെ എരിവ് പാകത്തിന് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഈ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്കുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കറുത്തും കിട്ടും. അതിനു വേണ്ടിയാണ് ഇപ്പോൾ എരിവ് നമ്മുടെ പാകത്തിന് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഈ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴും നല്ല രുചിയും കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിപ്പോൾ നമ്മൾ അത്ര എണ്ണ ഒഴിച്ചിട്ട് പോലും എണ്ണ ഇല്ല, ഇതുണ്ട് വരണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതേപോലെ എണ്ണ ഇല്ലെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുണ്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാര്യം മെഴുക്കുവരട്ടി ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ ഇച്ചിരി എണ്ണയ്ക്കകത്താണ് അത് റെഡിയാക്കി എടുക്കേണ്ടത്. എന്നും പറയുന്നത് ഒരുപാട് കോരി ഒഴിക്കില്ല, അത്യാവശ്യത്തിനുള്ള മാത്രം ഒഴിക്കുക. കണ്ടോ ഇപ്പോൾ നമ്മൾ ആ ഒഴിച്ച എണ്ണ കണ്ടോ അത്യാവശ്യത്തിനുള്ള മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഈ ചേന വേകാൻ നേരം നമ്മൾ അല്പം ഉപ്പൊടിയിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോരാഴിക്കുണ്ടെങ്കിൽ ആവശ്യം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാനൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ ഇത് പകുതി വെന്തിട്ടുള്ളൂ, ഇനി പകുതിയുടെ വേഗം കിടക്കും. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കണ്ട. അപ്പോൾ തീ ഒരു മീഡിയം രീതി വെച്ചിട്ട് വേണം റെഡി ആക്കേണ്ടത് തന്നെ. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ മുരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അടുപ്പത്തിരുന്നാൽ മതി. ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ച് കുറച്ച് സമയം എടുക്കും കേട്ടോ മുരിച്ചെടുക്കണമെങ്കിൽ. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നു. ഇനി ഇത് വെന്തോന്ന് നോക്കണം കേട്ടോ. നമുക്ക് ഏതായാലും അത് വെന്തോന്ന് നോക്കണം, അതിൻ്റെ ഉപ്പൊക്കെ നോക്കണം, എരിവ് നോക്കണം, ഒക്കെ പാകത്തിനായതിന് ശേഷം വേണം അടുപ്പ് നിർത്താൻ. ഷംല നമ്മുടെ ചേന മെഴുക്ക് വരട്ടി അല്ലെ ഉപ്പേരി ഇത് വെന്തോന്ന് നോക്കി, അതാ ഈ പരുവൊക്കെ മതിയോ നോക്കി. ഒന്ന് കുഴഞ്ഞും പോയിട്ടില്ല, കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? അപ്പം ഇത് എന്നാ ഇതിപ്പോൾ ഒരു മതിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റോട് കൂടി തന്നെ ചേന മെഴുക്ക് വരട്ടി അടുപ്പൊക്കെ നിർത്താം. അപ്പം ചേനയൊക്കെ വെന്തില്ലേ? ആ ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ മെഴുക്ക് വരട്ടി എന്ന് പറഞ്ഞാൽ അല്ലേ. ഏതെല്ലാം രീതി മെഴുക്ക് വരട്ടി ഉണ്ടാക്കുക അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നല്ല രുചികരമായ ഒരു മെഴുക്ക് വരട്ടിയാണ്. തീർച്ചയായിട്ടും ചേന ഇഷ്ടപ്പെടുന്നവർ അല്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി മെഴുക്ക് വരട്ടി. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ചേന മെഴുക്ക് വരട്ടി വെക്കാൻ അറിയത്തില്ലെങ്കിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും ചേനയൊക്കെ കിട്ടുമല്ലോ, ഇത് ചെയ്ത് നോക്കുക. ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പ് കാര്യം. പിന്നെ ഷംല കുറച്ച് ദിവസമായിട്ട് വയ്യായിരിക്കായിരുന്നു. ഇപ്പോൾ ഏകദേശം
പെതുക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഷംലാടൊക്കെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ മടിയാണ്. ഏതായാലും എല്ലാം ഭേദമായി വരുന്നു. എല്ലാം ഭേദമായി വരുന്നുണ്ട്. അപ്പോൾ ഷംലാക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഉച്ചക്കത്തെ ചോറിനൊരു ഐറ്റം ആയി. ആ, അപ്പോൾ ചെയ്തു നോക്കാവുന്നുള്ളൂ. തേങ്ങാക്കൊത്തിട്ട നല്ല അടിപൊളി ചേന മെഴുക്ക് കിട്ടും. ചേനൊരു ഉപ്പേരി എന്നും പറയും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ പറയാന്നുള്ളൂ. എന്നാലും ശരി, നല്ല ടേസ്റ്റ് ആയിട്ടതിന്. പിന്നെ ഒരു കാര്യം കൂടെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബായ്.